പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാവിലെ സമയം ആവർത്തന പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 19, 20 വാക്യങ്ങളൊന്ന് വായിക്കട്ടെ. ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുൻപിൽ വച്ചിരിക്കുന്നു എന്നതിന് ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇന്ന് സാക്ഷിക്കുന്നു. അതുകൊണ്ട് നീയും നിന്റെ സന്തതിയും ജീവിക്കേണ്ടതിനും യഹോവ നിന്റെ പിതാക്കന്മാരായ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശത്ത് നീ പാർക്കുവാൻ തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയും അവനോട് ചേർന്ന് ഇരിക്കുകയും ചെയ്യേണ്ടതിനും ജീവനെ തിരഞ്ഞെടുത്തുകൊള്ളുക. അതല്ലോ നിനക്ക് ജീവനും ദീർഘായുസ്സുമാകുന്നു. ദൈവം തൻ്റെ ജനത്തിൻ്റെ മുൻപിൽ 2 കാര്യങ്ങളും വച്ചിരിക്കുകയാണ്. ജീവനും മരണവും അനുഗ്രഹവും ശാപവും മുൻപിൽ വച്ചിരിക്കുന്നു. തിരഞ്ഞെടുക്കേണ്ടത് നാമാണ്. അതിൻ്റെ 2ൻ്റെയും പരിണിത ഫലങ്ങളും ദൈവം വ്യക്തമായിട്ട് നമ്മോട് ഓരോരുത്തരോടും അറിയിച്ചു തന്നിട്ടുണ്ട്. എഴുതപ്പെട്ട വചനത്തിൽ അനുഗ്രഹം മാത്രമല്ല, ശാപവും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം മുൻകുറിച്ച് തന്നിട്ടുണ്ട്. എന്നാൽ നാം ഏത് തിരഞ്ഞെടുക്കുന്നു എന്നതനുസരിച്ചാണ് നമുക്ക് വരുന്ന അനുഗ്രഹങ്ങൾ. അതിൻ്റെ 30-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിഞ്ഞ് നീയും നിന്റെ മക്കളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ഞാനിന്ന് നിന്നോട് ആജ്ഞാപിക്കുന്നത് പോലെ ഒക്കെയും അവൻ്റെ വാക്ക് കേട്ടനുസരിച്ചാൽ നിന്റെ ദൈവമായ യഹോവ നിന്റെ സ്ഥിതി മാറ്റുകയും നിന്നോട് മനസ്സലിഞ്ഞ് നിന്നിലേക്ക് തിരിയുകയും നിന്റെ ദൈവമായ യഹോവ നിന്നെ ചിതറിച്ചിരുന്ന സകല ജാതികളിൽ നിന്നും നിന്നെ കൂട്ടിച്ചേർക്കുകയും ചെയ്യും. വ്യക്തമായിട്ട് കർത്താവ് കൃത്യമായിട്ടും ഇതിൻ്റെ വരുംവരാഴികളെക്കുറിച്ച് പൂർണ്ണമായും നമ്മോട് അറിയിച്ചു തന്നിട്ടുണ്ട്. ഇതറിഞ്ഞില്ലല്ലോ എന്ന് പറയുവാൻ ഒരു മനുഷ്യനും ഒഴികഴിവില്ല. ദൈവത്തോട് ന്യായവാദം പറയുന്നവർക്ക് ഒഴികഴിവില്ലാതെ വണ്ണം അവരുടെ മുൻപാകെ കർത്താവ് ഇത് വ്യക്തമായി എഴുതപ്പെട്ട വചനമായി തന്നെ നൽകിയിരിക്കുകയാണ്. കർത്താവിങ്കിലേക്ക് തിരിഞ്ഞ് അവനെ സ്നേഹിക്കുകയും അവനെ സേവിക്കുകയും ചെയ്യുന്നവർക്ക് ഒരു നന്മയും മുടക്കം വരികയില്ലെന്ന് ദാവീദ് തൻ്റെ അനുഭവത്തിലൂടെ സങ്കീർത്തനത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും മുടക്കം വരികയില്ല. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും എന്ന് പറഞ്ഞാണ് അത് എഴുതി ചേർത്തിരിക്കുന്നത്. ദൈവത്തെ അന്വേഷിക്കുവാൻ, ദൈവ വഴിയിൽ നടക്കുവാൻ, യഹോവയോട് ചേർന്നിരിക്കുവാൻ, അവനെ സ്നേഹിക്കുവാൻ ദൈവം നമ്മിൽ നിന്ന് എല്ലാ കാലത്തും അതിനായിട്ടുള്ള തീരുമാനം ആഗ്രഹിക്കുന്നു. അത് എന്തുകൊണ്ടെന്നാൽ നാം അനുഗ്രഹിക്കുന്നവരായി അനുഗ്രഹത്തോടെ ജീവിക്കണമെന്നുള്ളത് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതിയാണ്. എന്നാൽ നാം മത്സരിച്ച് ധിക്കരിച്ച് ദൈവവഴി വിട്ട് പിന്മാറി മുൻപോട്ട് പോകുമ്പോൾ ദൈവം അതിൽ വേദനിക്കുന്നുവെന്ന് മാത്രമല്ല, നമ്മളുടെ മേൽ ദൈവം മുന്നറിയിച്ചിട്ടുള്ള ന്യായവിധികളും ശാപവും ഒക്കെ കടന്നു വരുമെന്ന് നാം ഓർക്കണമെന്നും ദൈവം എഴുതി വച്ചിരിക്കുന്നു. നാം ഏതാണ് തിരഞ്ഞെടുക്കുന്നത്? നാം ജീവനാണോ മരണമാണോ തിരഞ്ഞെടുക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്ന്, കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ നിത്യരാജ്യത്തിന് ഓഹരിക്കാരായി തീരുവാൻ കഴിയുകയുള്ളെന്നുള്ള സത്യം കർത്താവ് നമ്മുടെ മുൻപിൽ വച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ വചനത്തിൽ പറയുന്ന കാര്യങ്ങളെ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുതെന്നുള്ള ബുദ്ധിയുപദേശവും നമുക്ക് തന്നിരിക്കുന്നു. നാം ഇത് മുറുകെ പിടിക്കുവോ? ഇത് മുറുകെ പിടിച്ച് ജീവനും സമാധാനവുമുള്ളവരായി മുൻപോട്ട് വരും ദിവസങ്ങളിൽ ജീവിപ്പാനിടയാകേണ്ടതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.